നമസ്കാരം. പുതിയ സർക്കാർ ഭരണത്തിൽ വന്ന് വെറും 3 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ: രമേശ് ചെന്നിത്തല. UDFിന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയവരും ഏറെയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. സീനിയറായിട്ടും തന്നേക്കാൾ ജൂനിയറായ VD സതീശിന് കീഴിൽ ഒതുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനും പരിഭവമുണ്ടായിരുന്നു. എന്നാൽ വെറും 3 മാസം കൊണ്ട് മുഖ്യമന്ത്രിയേക്കാൾ സ്കോർ ചെയ്യുകയാണ് ചെന്നിത്തല. ലഹരി മാഫിയയും അഴിമതിക്കാരെയും ഗുണ്ടകളെയും പൂട്ടിക്കാൻ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഒതുക്കപ്പെട്ടിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ പൊരുതുന്ന ചെന്നിത്തല ഒരു പോരാളി കൂടിയാണ്. സംഭവബഹുലമാണ് ചെന്നിത്തലയുടെ ജീവിതം. 1965 മെയ് 25 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ചെന്നിത്തല എന്ന ഗ്രാമത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ജനനം. വി രാമകൃഷ്ണൻ നായരുടെയും ദേവകി അമ്മയുടെ മകനായി ജനിച്ച രമേശ് തൻ്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. അധ്യാപക കുടുംബ പശ്ചാത്തലവും നാട്ടിൻ പുറത്തെ സാമൂഹ്യ അന്തരീക്ഷവും തന്നെയാണ് അദ്ദേഹത്തിലെ പൊതുപ്രവർത്തകനെ വളർത്തിയെടുത്തത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ചെന്നിത്തല പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ പൊതുപ്രവർത്തനത്തിൽ താല്പര്യം കാണിച്ച അദ്ദേഹം 1970 ചെന്നിത്തല ഹൈസ്കൂളിൽ KSU യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ ജീവിതത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. തുടർന്ന് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ്, ചങ്ങനാശ്ശേരി NSS കോളേജ് എന്നിവിടങ്ങളിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം പടിപടിയായി വളർന്നു വന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ BA ബിരുദവും പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമപഠനവും അദ്ദേഹം പൂർത്തിയാക്കി. കൂടാതെ ഹിന്ദി ഭാഷയിൽ വിശാരദ് ബിരുദവും നേടിയിട്ടുണ്ട്. 80കളുടെ തുടക്കത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അന്നത്തെ യുവമുഖമായി മാറി. താലൂക്ക് ജില്ലാ തലങ്ങളിൽ സജീവമായ ശേഷം 1980 അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1982 തന്റെ 26-ാം വയസ്സിൽ നിയമസഭയിലെത്തിയതോടെയാണ് പാർലമെന്ററി രംഗത്ത് ചെന്നിത്തലയുടെ കുതിപ്പ് തുടങ്ങുന്നത്. 1986 അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 K. കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന അപൂർവ ബഹുമതിയും അന്ന് അദ്ദേഹത്തെ തേടിയെത്തി. 4 തവണ ലോക്സഭയിലേക്കും 5 തവണ കേരള നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ചെന്നിത്തല. മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഇപ്പോൾ നിലവിലെ മന്ത്രിസഭയിലും ആഭ്യന്തര വകുപ്പ് വിജയകരമായി കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. എതിരാളികളെ പോലും ബഹുമാനിക്കുന്ന വിശാലമായ രാഷ്ട്രീയ സംസ്കാരമാണ് ചെന്നിത്തലയുടേത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച പരിചയസമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ പാർട്ടി ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങളാണ്. നിലവിലെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഗുണ്ട മാഫിയകൾക്കെതിരെ അദ്ദേഹം കൈക്കൊള്ളുന്ന കർശന നിലപാടുകൾ അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ളതാണ്. അർജുൻ ആയങ്കിയുടെ അറസ്റ്റോടെ ചെന്നിത്തലയുടെ രാഷ്ട്രീയ മൈലേജും വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിപ്ലവകരമായ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അമരക്കാരനാണ് രമേശ് ചെന്നിത്തല. ലീഡർ K. കരുണാകരന്റെ വിശ്വസ്തനായി രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ചെന്നിത്തല പിൽക്കാലത്ത് കോൺഗ്രസിലെ I ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവായി മാറി. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി നയിച്ച A ഗ്രൂപ്പും ചെന്നിത്തല നയിച്ച I ഗ്രൂപ്പും തമ്മിലുണ്ടായിരുന്ന മത്സരം രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാന അധ്യായമാണ്. എങ്കിലും പാർട്ടിയെ തകർക്കുന്ന രീതിയിലേക്ക് ഗ്രൂപ്പ് വഴക്കുകൾ വളരാൻ ചെന്നിത്തല ഒരിക്കലും അനുവദിച്ചില്ല. ഉമ്മൻചാണ്ടിയുമായി തികഞ്ഞ വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പാർട്ടി താൽപ്പര്യങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. 2011 UDF അധികാരത്തിൽ വന്നപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. പിന്നീട് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി മാസങ്ങളോളം നീണ്ട ഗ്രൂപ്പ് തർക്കങ്ങൾ നടന്നിരുന്നു. ഉപമുഖ്യമന്ത്രി പദവിയോ ആഭ്യന്തര വകുപ്പോ നൽകണമെന്ന I ഗ്രൂപ്പിന്റെ ആവശ്യത്തെ A ഗ്രൂപ്പ് ശക്തമായി എതിർത്തു. ഒടുവിൽ രൂക്ഷമായ തർക്കങ്ങൾക്കൊടുവിൽ 2014 ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാർ സോളാർ വിവാദത്തിൽ ഉലഞ്ഞപ്പോൾ അത് A ഗ്രൂപ്പിനെ തളർത്താനും ഉമ്മൻചാണ്ടിയെ മാറ്റാനുമായി I ഗ്രൂപ്പ് ആയുധമാക്കി എന്ന രീതിയിൽ പാർട്ടിക്കുള്ളിൽ വലിയ പരസ്യ പ്രസ്താവനകളും പോരുകളും നടന്നിരുന്നു. ഇത്രയൊക്കെ ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു പരസ്യമായ അതിർവരമ്പ് ലംഘിക്കാൻ ഇരുവരും തയ്യാറായിരുന്നില്ല എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകത. പാർട്ടിക്ക് ഭീഷണി വരുന്ന ഘട്ടത്തിലോ CPM-നെതിരെയും LDF-നെതിരെയും പോരാടേണ്ടി വരുമ്പോഴോ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് അവർ ഒന്നിച്ചു നിൽക്കാറുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടങ്ങളിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കാനും ചെന്നിത്തലയ്ക്ക് സാധിച്ചിരുന്നു. KPCC പ്രസിഡന്റായിരുന്ന കാലയളവിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാർട്ടി ഹൈക്കമാൻഡിൽ ചെന്നിത്തലയ്ക്കുള്ള സ്വാധീനം ഡൽഹി തലത്തിലും I ഗ്രൂപ്പിന് വലിയ കരുത്തായി മാറി. സംസ്ഥാന കോൺഗ്രസിലെ പ്രബല ശക്തിയായി I ഗ്രൂപ്പിനെ നിലനിർത്തിയത് ചെന്നിത്തലയുടെ സംഘടനാ മികവായിരുന്നു. പുതിയ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് തർക്കങ്ങൾക്കപ്പുറം കോൺഗ്രസിന്റെ സർവ്വസ്വീകാര്യനായ നേതാവായി മാറാനും ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നും ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് ചെന്നിത്തല.
അവസരങ്ങൾ കൺമുന്നിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് പലപ്പോഴും ചെന്നിത്തലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഫലപ്രഖ്യാപന വേളയിലും രമേശ് ചെന്നിത്തലയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി ഉയർന്നു കേട്ടിരുന്നു. 2011 UDF അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നു KPCC അധ്യക്ഷൻ. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച് വിജയത്തിലെത്തിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ചയായിരുന്നു. ചെന്നിത്തലയുടെ പേര് മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം പേരുടെയും പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. ജനപ്രീതിയും മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ, കേരള കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണയും ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി. അന്നും പാർട്ടി തീരുമാനങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും കാട്ടിയ പക്വതയും നയതന്ത്രജ്ഞതയുമാണ് ചെന്നിത്തലയെ വേറിട്ട് നിർത്തുന്നത്. സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ പരസ്യമായി പ്രതികരിക്കാനോ പാർട്ടിക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പകരം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ മികവോടെ നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലും ഏറെ സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. AICC ജനറൽ സെക്രട്ടറിയായും നിരവധി സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനായും പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഡൽഹി രാഷ്ട്രീയത്തിലും നെഹ്റു കുടുംബത്തിലും വലിയ സ്വാധീനമാണുള്ളത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെ രാജ്യത്തുടനീളം സംഘടന വളർത്താൻ നടത്തിയ ശ്രമങ്ങളാണ് ചെന്നിത്തലയെ ഡൽഹിയിലെ പ്രിയങ്കരനാക്കിയത്. ഹൈക്കമാൻഡുമായിട്ടുള്ള ഈ അടുത്ത ബന്ധം ചെന്നിത്തലയ്ക്ക് എന്നും കരുത്തായിരുന്നു. കേരളത്തിലെ പാർട്ടി തർക്കങ്ങളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ ചെന്നിത്തലയുടെ അഭിപ്രായത്തിന് വലിയ മുൻഗണന ലഭിക്കാറുണ്ട്. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുന്നതിലും ചെന്നിത്തല നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം എന്നാൽ കേവലം സഭയിലെ ബഹളമല്ല, മറിച്ച് വസ്തുതാപരമായ രേഖകൾ ഉയർത്തിക്കാട്ടി ഭരണകൂടത്തെ തിരുത്തിക്കുന്ന പ്രതിരോധമാണെന്ന് തെളിയിച്ച കാലയളവായിരുന്നു 2016-2021 രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃത്വം. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഒന്നൊഴിയാതെ പുറത്തു കൊണ്ടുവന്ന വൻ അഴിമതി ആരോപണങ്ങളും അത് സർക്കാരിനെ കൊണ്ട് തീർത്തിച്ചതുമാണ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തിയത്. രേഖകൾ ഓരോന്നായി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ LDFനെയും പിണറായി സർക്കാരിനെയും വെള്ളം കുടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ഒന്നും രണ്ടുമല്ല, നിരവധി അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം LDF സർക്കാരിനെതിരെ പുറത്തു കൊണ്ടുവന്നു. കോവിഡ് കാലത്ത് ജനങ്ങളുടെ വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് ചോർത്തി നൽകിയെന്ന ഗുരുതരമായ അഴിമതി ആരോപണം ചെന്നിത്തലയാണ് ആദ്യം ഉയർത്തിയത്. IT വകുപ്പിന്റെ നിഗൂഢമായ കരാർ പുറത്തു കൊണ്ടുവരികയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതോടെ സർക്കാരിന് കരാറിലെ വ്യവസ്ഥകൾ മാറ്റി എഴുതേണ്ടതായി വന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ വിഷയം ഒന്നൊഴിയാതെ ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. തീരദേശ മേഖലയെ പിടിച്ചുലച്ച ആരോപണമായിരുന്നു EMCC എന്ന അമേരിക്കൻ കമ്പനിയുമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സംസ്ഥാന സർക്കാർ ഒപ്പിട്ട 5000 കോടി രൂപയുടെ ധാരണാപത്രം. തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവിട്ട് കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാരിന് കരാർ പൂർണ്ണമായി റദ്ദാക്കേണ്ടി വന്നു. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ പിന്തുണയ്ക്കുകയും എന്നാൽ ഭരണത്തിന്റെ മറവിൽ നടക്കുന്ന അഴിമതികൾ ഒന്നൊന്നായി വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്ത ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃത്വം കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനവും ശൈലിയുമാണ് സമ്മാനിച്ചത്. മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോഴെല്ലാം തിളങ്ങിയ വ്യക്തിയാണ് ചെന്നിത്തല. ഇപ്പോൾ ചർച്ചയാകുന്ന ഓപ്പറേഷൻ തുഫാനും ഓപ്പറേഷൻ ഗ്രിപ്പിനും പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിലിന് മുൻപ് ചെന്നിത്തല നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ കുബേര. അനധികൃത ബ്ലേഡ് പലിശക്കാരെയും വട്ടിപ്പലിശ മാഫിയകളെയും പൂട്ടിക്കെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഓപ്പറേഷൻ കുബേര വലിയ വിജയമായിരുന്ന കാലത്ത്. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയും പീഡനവും മൂലം നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു അന്ന് അദ്ദേഹം ഇത്തരമൊരു നടപടി ആരംഭിച്ചത്. സംസ്ഥാനത്തുടനീളം നടന്ന മിന്നൽ പരിശോധനകളിൽ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും ചെക്കുകളും പിടിച്ചെടുക്കുകയും നിരവധി പലിശക്കാരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാരിലും അദ്ദേഹം സ്വീകരിച്ചു വരുന്ന നടപടികൾക്കും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ലഹരി മാഫിയകൾക്കും ലഹരി മരുന്ന് ശൃംഖലകൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികളും ജനകീയ പ്രതിരോധവും ഉറപ്പാക്കാൻ രൂപീകരിച്ച വിപുലമായ സംസ്ഥാനതല ആന്റി നാർക്കോട്ടിക് പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. ലഹരി മാഫിയകളെ പൂർണ്ണമായി തടയുന്നതിനും സ്കൂളുകൾ, കോളേജുകൾ, നൈറ്റ് പാർട്ടികൾ എന്നിവിടങ്ങളിലേക്കുള്ള മയക്കുമരുന്ന് ഒഴുക്ക് ഇല്ലാതാക്കുന്നതിനുമായി ഇത് നടപ്പിലാക്കി വരികയാണ്. നിരവധി ആളുകളെ ഇതിനകം അറസ്റ്റ് ചെയ്യുകയും കഞ്ചാവ്, MDMA ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ ഇതിനോടകം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുഫാൻ വിജയകരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അഴിമതിക്കാരെ പൂട്ടാനായി പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ ചെന്നിത്തല പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗ്രിപ്പും ചെന്നിത്തലയുടെ ഇമേജ് വർദ്ധിപ്പിക്കുകയാണ്. കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി പോലീസിനും ജനപ്രതിനിധികൾക്കുമെതിരെ നടത്തിയ വെല്ലുവിളികളെയും ഭീഷണികളെയും തുടർന്നാണ് സംസ്ഥാനം ഒട്ടാകെ ഈ ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കിയത്. വമ്പൻ രാഷ്ട്രീയ പദവികളും അഖിലേന്ത്യാ തലത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുമ്പോഴും ഹരിപ്പാടുകാർക്ക് രമേശ് ചെന്നിത്തല ഇന്നും അവരുടെ സ്വന്തം രമേശ് ചേട്ടനാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഹരിപ്പാടുകാരുടെ ഏത് ആവശ്യത്തിനും എപ്പോഴും ഓടിയെത്തുന്ന ജനകീയ നേതാവ്. ഈ ജനകീയ ബന്ധമാണ് ഹരിപ്പാട് മണ്ഡലത്തെ ചെന്നിത്തലയുടെ തകർക്കാനാകാത്ത കോട്ടയാക്കി മാറ്റിയത്. ഈ വർഷവും മിന്നും ജയമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയത്. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 68,184 വോട്ടുകൾ രമേശ് ചെന്നിത്തല നേടി. പ്രധാന എതിർ സ്ഥാനാർത്ഥികളായ TT ജിസ്മോൻ 44,807 വോട്ടുകളും NDAയിലെ സന്ദീപ് വാചസ്പതി 31,022 വോട്ടുകളുമായിരുന്നു നേടിയത്. സംസ്ഥാനമൊട്ടാകെ ഇടതുതരംഗം ശക്തമായിരുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വന്തം രാഷ്ട്രീയ സ്വഭാവം നിലനിർത്തിയ മണ്ഡലമാണ് ഹരിപ്പാട്.
കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ രമേശ് ചെന്നിത്തലയായിരുന്നു അന്നും വിജയിച്ചത്. അദ്ദേഹത്തിന് 72,678 വോട്ടുകൾ ലഭിച്ചപ്പോൾ CPI സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് R സജിലാലിന് 59,102 വോട്ടുകളും കിട്ടി. NDA സ്ഥാനാർത്ഥിയായ K സോമന് 17,890 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഇതോടെ 13,666 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചെന്നിത്തല കഴിഞ്ഞ തവണ നിയമസഭയിലെത്തിയത്. 2011 മുതൽ രമേശ് ചെന്നിത്തലയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് 67,379 വോട്ടുകളായിരുന്നു ലഭിച്ചത്. CPIയുടെ G കൃഷ്ണപ്രസാദിന് അന്ന് 61,858 വോട്ടുകളും കിട്ടി. BJP സ്ഥാനാർത്ഥിയായ അജിത് ശങ്കർക്ക് അന്ന് 3,245 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ കുടുംബ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വമാണ് ചെന്നിത്തലയുടേത്. പൊതുരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴും സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. അനിതയാണ് ചെന്നിത്തലയുടെ ഭാര്യ. ഇരുവർക്കും 2 മക്കളാണുള്ളത്, രോഹിത്തും രാഹുലും. ഡോക്ടറായ രോഹിത്തും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ രാഹുലും സ്വന്തം മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. രോഹിത് കൊച്ചിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡോക്ടർ ശ്രീഭാവിയാണ് രോഹിത്തിന്റെ ഭാര്യ. ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുകയാണ് രാഹുൽ. ഫരീദാബാദ് മുൻ മേയറുടെ മകളായ സുപ്രിയയാണ് രാഹുലിന്റെ ഭാര്യ. ചെന്നിത്തലയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ലളിത ജീവിത സംസ്കാരമാണ് അദ്ദേഹം ഇന്നും പിന്തുടരുന്നത്. മക്കളും പേരക്കുട്ടികളും ഒത്തുചേരുന്ന കുടുംബ വീട്ടിലെ നിമിഷങ്ങൾ തനിക്ക് എന്നും വലിയ ഊർജ്ജമാണെന്ന് ചെന്നിത്തല പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തെ പോലെ തന്നെ തനിക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെയും അനുഭാവികളെയും കരുതുന്നതാണ് ചെന്നിത്തലയുടെ ശൈലി. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിലും തനിക്ക് ലഭിച്ച ആഭ്യന്തര വകുപ്പ് പദവിയിലൂടെ ഭരണ മികവ് തെളിയിക്കുകയാണ് ചെന്നിത്തല. അധികാരത്തേക്കാൾ വലിയത് പാർട്ടിയുടെയും സംസ്ഥാനത്തിന്റെയും താല്പര്യങ്ങളാണെന്ന് അടിയുറച്ച നിലപാടാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചത്. കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സർവ്വസ്വീകാരനായ മധ്യസ്ഥനായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായി നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. അർജുനായിയുടെ അറസ്റ്റോടെ അധികാരം ഏതായാലും അത് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചെന്നിത്തല കാട്ടിത്തരികയാണ്. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കാട്ടുന്ന ഈ ഭരണ മികവ് രാഷ്ട്രീയ പക്വതയുടെയും പ്രവർത്തന പരിചയത്തിന്റെയും മികവ് കൂടിയാണ്.